സംസ്ഥാന സർക്കാർ വളരെ വൈകി അനുവദിച്ച വികസന ഫണ്ട് ചിലവഴിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഇനിയുള്ളത് ഒരു മാസം മാത്രം. വികസന ഫണ്ടിന്റെ മൂന്നാം ഗഡുവായ 1904.91 കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. മാർച്ച് 31-നകം തുക ചിലവഴിച്ച ബില്ല് ട്രഷറിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ ഫണ്ട് നഷ്ടമാകും. ഡിസംബർ ആദ്യവാരം അനുവദിക്കേണ്ട മൂന്നാം ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചത്. എന്നാൽ ഉത്തരവിറങ്ങിയെങ്കിലും പണം ഇതുവരെ ട്രഷറിയിലെത്തിയിട്ടില്ല. മാർച്ച് ആദ്യവാരം എത്തുമെന്നാണ് പ്രതീക്ഷ. മാർച്ചിൽ നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. അങ്ങനെ വന്നാൽ ഒരു മാസം കൊണ്ട് ഇത്രയും തുക ചെലവഴിച്ച് ബില്ലുകൾ മാറിയെടുക്കുക അസാധ്യമാണെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ പറയുന്നു. കഴിഞ്ഞ വർഷം മാർച്ചിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിച്ച ബില്ലുകളൊന്നും ട്രഷറി നിയന്ത്രണം മൂലം പാസാക്കിയിരുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് ഓരോ സാമ്പത്തിക വർഷവും 3 തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു ഏപ്രിൽ മാസം കൊടുത്തു. ഓഗസ്റ്റിൽ നൽകേണ്ട രണ്ടാം ഗഡു കൊടുത്തത് നവംബറിലാണ്. ഡിസംബറിലെ അവസാന ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നിർമ്മാണ കരാറുകാർക്കുള്ള പണം, ലൈഫ് ഭവന പദ്ധതിയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം തുടങ്ങിയവയ്ക്ക് സർക്കാരിന്റെ വികസന ഫണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സമർപ്പിച്ച 180.75 കോടി രൂപയുടെ 2027 ബില്ലുകൾ ട്രഷറിയിൽ പണമില്ലാതെ ക്യൂ സംവിധാനത്തിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ഈ ബില്ലുകൾ പാസാക്കാനുള്ള തുക തദ്ദേശ സ്ഥാപനങ്ങളുടെ അടുത്ത വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് സർക്കാർ പിടിച്ചു. ഇത്തവണയും അതാകും സംഭവിക്കുകയെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കി വിഷൻ, കുമളി.